ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ആലപ്പുഴയിൽ IMS റിട്രീറ്റ് സെൻറ്ററിലാണ് നമ്മുടെ ജസ്റ്റിൻ ബ്രദറുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു 3 ദിവസത്തെ വെള്ളി, ശനി, ഞായർ ശുശ്രൂഷയ്ക്ക് സഹായിക്കാനായിട്ടാണ് ഇന്നലെ ഇവിടെ അച്ഛൻ വന്നത്. അപ്പോൾ ഒരു വീഡിയോ എടുക്കുമായിരുന്നു. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ലിയോ 14 പാപ്പയുടെ ഒരു കോട്ടാണ്. നമുക്കറിയാം, തുർക്കിയിലെ പിതാവ് സന്ദർശനത്തിനായിട്ട് പോയിരിക്കുകയാണല്ലോ. പിതാവ് പറയുകയാണ്, യേശുക്രിസ്തു ഭൂതകാലത്തിലെ ഒരു വ്യക്തിയല്ലെന്നും ദൈവം വാഗ്ദാനം ചെയ്ത ഭാവിയിലേക്ക് ചരിത്രത്തെ നയിക്കുന്ന നമ്മുടെ ഇടയിൽ സന്നിഹിതനായ ദൈവപുത്രനാണെന്നും നിഖ്യ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നിഖ്യ സൂനദോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതായത് സൂനദോസുകളിലൂടെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രധാന കാര്യമാണ് യേശു ഇന്നും ജീവിക്കുന്നു. യേശു ഇന്ന് എല്ലാ വചന ശുശ്രൂഷകളിലും പറയുന്നതിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ ഡാനിയേലച്ചൻ്റെ പാവറട്ടി തീർത്ഥകേന്ദ്രത്തിലെ ഡാനിയേലച്ചൻ്റെ ഇന്നേ ദിവസം അവസാനത്തെ ദിവസമാണ്, 5 ദിവസത്തെ റിട്രീറ്റിൻ്റെ അവസാനത്തെ. യേശു ഇന്നും ജീവിക്കുന്നു. യേശുവിനെ പ്രസാദിച്ചൊരു ജീവിതം നയിക്കുക, പരിശുദ്ധിയിൽ വളരുക, ഇതൊക്കെ പ്രിയ സഹോദരങ്ങളെ എല്ലാ കാലഘട്ടത്തിലും ശരിക്കും സുവിശേഷം എന്നുള്ളത് ഒറ്റ മെസ്സേജാണ്. നിന്നെ വിളിച്ചിരിക്കുന്നവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നീയും പരിശുദ്ധനാകണം. വിശുദ്ധിയിൽ നീ കർത്താവായ യേശുവിനെ അനുഗമിക്കണം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, 2 നിയോഗങ്ങൾക്ക് നമുക്ക് പ്രാർത്ഥിക്കണം കേട്ടോ. ഒന്ന്, ഇന്ന് ഞായറാഴ്ചയാണ്. നമ്മുടെ ജസ്റ്റിൻ ബ്രദറുടെ നേതൃത്വത്തിൽ ഏതാണ്ട് 150ഓളം പേരാണ് റിട്രീറ്റിൽ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ ഡാനിയേലച്ചൻ്റെ നേതൃത്വത്തിൽ ഇന്ന് പാവറട്ടി തീർത്ഥകേന്ദ്രത്തിൽ 5 ദിവസത്തെ റിട്രീറ്റിൻ്റെ അവസാനത്തെ ദിവസമാണെന്ന് നമുക്ക് 2 ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ലിയോ 14 പാപ്പയുടെ വാക്കുകൾ നമുക്ക് അത് ശ്രദ്ധയോടെ ശ്രവിക്കാം. യേശു നമ്മുടെ മധ്യ ഇന്നും ജീവിക്കുന്ന ദൈവമാണ് എന്ന് നിഖ്യ സൂനദോസിനെ ഉദ്ധരിച്ചുകൊണ്ട് ലിയോ പാപ്പ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവമേ, ജീവിക്കുന്ന യേശുവിൽ വിശ്വസിക്കാൻ വേണ്ട കൃപ ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. പിന്നെ നോക്കിയേ, നാളെ തുടങ്ങി 1-ാം തീയതിയാണ് നമ്മുടെ നോമ്പ് ആരംഭിക്കുന്ന ദിനമാണ്. നമുക്ക് വലിയ ആഗ്രഹത്തോടെ ഇന്നത്തെ ബലിയിലും നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. നാളെ തുടങ്ങി 25 ദിവസം ബലി അർപ്പിച്ച് പരിശുദ്ധിയിൽ വളരാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം. ഒരിക്കൽ കൂടി നിഖ്യ സുനോദോസിലെ ലിയോ പാപ്പ ആ നിഖ്യ സുനോദോസിനെ ഉദ്ധരിച്ചുകൊണ്ട് പാപ്പ പറയുന്ന കാര്യം ഓർക്കാം. യേശുക്രിസ്തു ഭൂതകാലത്തിലെ ഒരു വ്യക്തിയല്ല എന്നും ദൈവം വാഗ്ദാനം ചെയ്ത ഭാവിയിലേക്ക് ചരിത്രത്തെ നയിക്കുന്ന നമ്മുടെ ഇടയിൽ സന്നിഹിതനായ ദൈവപുത്രനാണ് എന്നും ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, നാളെ തുടങ്ങി നോമ്പ് ആരംഭിക്കും വലിയ അഭിഷേകത്തോടെ അതിൽ പങ്കെടുക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പിന്നെ ഇന്ന് തുടങ്ങി നമുക്ക് നാളത്തെ വീഡിയോ ഓരോ ദിവസം മുമ്പ് നമ്മൾ 1 മിനിറ്റ് വീഡിയോ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ പതിവ് പോലെ രാവിലെ ആയിരിക്കും. വേറൊരു 1 മിനിറ്റ് വീഡിയോൻ്റെ കാര്യം പറഞ്ഞില്ലേ, അത് നമ്മൾ തലേ ദിവസങ്ങളിൽ ചെയ്യും. നിങ്ങളെ സാധിക്കുന്നവരൊക്കെ ഷെയർ ചെയ്യണമെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ഈശോ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.